വേറെ മനുഷ്യന്റെ ഒരു പ്രീതിയും ഇല്ലാതെ, അതുകൊണ്ട് മനുഷ്യന്റെ നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത്. മത്തായി 6:6 എടുത്തേ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് 6:3-4. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തണല്ലേ, കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ അമ്മ എന്തുമാത്രം അവരെ പനിയാഴ് കിടന്നോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ, പിള്ളേർക്ക് വല്ലതും അറിയാവാ? നമ്മളിങ്ങനെ എപ്പോഴും പിള്ളേർ പറയും, നീ 3 വയസ്സ് വരെ നീക്ക് എന്നെ കിട്ടുവാന്ന് പോലും പേടിയായിരുന്നു മനുഷ്യന്. ഞാൻ ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട്. ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല. പാട്ടിന്റെ കാര്യമില്ല. അവരെ അറിയത്തില്ലല്ലോ. അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ. അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് വരവഹിച്ചാൽ മതി. അപ്പോൾ നീയും ദൈവവും തമ്മിൽ ഒരു രഹസ്യ ദിനം ഉണ്ടായിരുന്നു. കർത്താവേ, ആ കാര്യങ്ങളെല്ലാം നിന്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണം എന്ന് പറയണം. അങ്ങനെ ആസ്തിപദ്ധതി വർദ്ധിപ്പിക്കണം. ഓക്കെ.